ഹലോ ഗൈസ്, നമുക്കൊരു അടിപൊളി തക്കാളി ചോറ് ഉണ്ടാക്കിയാലോ? ഒരു വെറൈറ്റി ആയിട്ട് ഒരു തക്കാളി ചോറ്. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെക്കുക. അതിലേക്ക് ഒരു 2 സ്പൂണ് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ആടിൻ്റെ നെയ്യാണ് ആഡ് ചെയ്തത്. അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് സ്പൈസസുകൾ ആഡ് ചെയ്ത് കൊടുക്കുക. അതൊന്നും പൊട്ടി വന്നാൽ നമുക്ക് 2 സവാള ചെറുത് കൊത്തിയരിഞ്ഞത് അത് ആഡ് ചെയ്ത് കൊടുക്കുക. ലേശം കല്ലുപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക, ആ സവാള ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അതിന് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് അതൊന്ന് മൂത്ത് വരുമ്പോൾ ഒരു 2 വലിയ തക്കാളി ജ്യൂസ് അടിച്ചത് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ആവശ്യത്തിനുള്ള ഞാൻ 2 ഗ്ലാസ് അരിയാണ് എടുത്തത്, അപ്പോൾ ഒരു 3 ഗ്ലാസ് വെള്ളം കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. 3 ഗ്ലാസ് വെള്ളം അത് ആഡ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് തിളച്ച് വരുമ്പോൾ ഞാൻ അതിലേക്ക് ഒരു ചെറിയ ക്യാപ്സിക്കം, അതുപോലെ മല്ലിയില, പുതിനയില, പിന്നെ ഒരു ചെറിയ കഷ്ണം ചെറുനാരങ്ങയുടെ നീര് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി അരി ആഡ് ചെയ്ത് കൊടുക്കുക. സാധനം ഒരുവിധം റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ദം ചെയ്യാം. ഒരു 20 മിനിറ്റ് ചെറിയ തീയിൽ ദം ചെയ്തെടുക്കുക. അടിപൊളി റൈസ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ വെറുതെ കഴിക്കാം, അതല്ല ഇറച്ചിക്കറിയാ എന്ത് വേണമെങ്കിലും കൂട്ടി കഴിക്കാം.